മാസം 5000 രൂപ വെച്ച് നമ്മൾ 5 വർഷം നിക്ഷേപിച്ചാൽ എത്ര രൂപ കിട്ടും എന്നൊന്ന് നോക്കിയാലോ? ആദ്യം നമുക്ക് FD എടുക്കാം, ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇത് 5 വർഷം കൊണ്ട് നമ്മൾ 3 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒരു 7% റിട്ടേൺ നമ്മൾ പ്രതീക്ഷിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 3,60,053 രൂപയാണ് നമുക്ക് കിട്ടുക. ഏകദേശം പ്രോഫിറ്റ് 60,000 രൂപ. ഇനി ഇതേ തുക ഗോൾഡിൽ നിക്ഷേപിച്ചാലോ? അതായത് 5000 രൂപ വെച്ച് 5 വർഷം. ഗോൾഡിന് ഏകദേശം 10% റിട്ടേൺ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3,90,000 രൂപയാണ്. അതായത് 90,000 രൂപയാണ് ഇവിടെ നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. ഇനി ഇതേ 5000 രൂപ 5 വർഷം ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്താലോ? അവിടെ നമ്മൾ 12% റിട്ടേൺ കാൽക്കുലേഷൻ എടുക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4,12,432 രൂപയാണ്. അതായത് പ്രോഫിറ്റ് നമുക്ക് 1,12,000 രൂപയിൽ അധികം കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ 10 വർഷത്തെ കാൽക്കുലേഷൻ ആണ് നോക്കുന്നത്. മാസം 5000 രൂപ വീതം 10 വർഷം നിക്ഷേപിക്കുമ്പോൾ മൂന്നിലും നമ്മൾ നിക്ഷേപിക്കുന്നത് 6 ലക്ഷം രൂപയാണ്. FDയിലെ 6 ലക്ഷം രൂപ നമുക്ക് 10 വർഷം കഴിയുമ്പോൾ 8,68,537 രൂപയാണ് തരുന്നത്. അതേസമയം ഗോൾഡിലാവുമ്പോൾ ഈ 6 ലക്ഷം രൂപ 10 വർഷം കഴിയുമ്പോൾ 10,32,760 രൂപയാണ് നമുക്ക് തരുന്നത്. എന്നാൽ ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള SIP മ്യൂച്വൽ ഫണ്ടിൽ ചെയ്യുമ്പോൾ 10 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടുന്നത് 11,61,696 രൂപയാണ്. FD ശരിക്കും ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ് നമുക്ക് നൽകുന്നത്. എന്നാൽ ഗോൾഡ് ആകട്ടെ അതേസമയം ഒരു ഹെഡ്ജിങ് ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്നാൽ SIP ആണ് ശരിക്കും നമുക്ക് ഇവിടെ വെൽത്ത് ക്രിയേഷൻ കാണിക്കുന്നത്. എപ്പോഴും റിട്ടേൺ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. നമ്മളുടെ ലക്ഷ്യം എന്താണ്, അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയപരിധി എത്രയാണ്, നമ്മൾ എടുക്കാൻ തയ്യാറാകുന്ന റിസ്ക് എത്രയാണ്, ഇതെല്ലാം നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഏത് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് തീരുമാനിക്കാം.